ഹായ്, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ രുചികരമായിട്ടുള്ള അതേസമയം വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പി നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. അതായത് മഷ്റൂം പാസ്ത. ഒരുപാട് പാസ്തയുടെ റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ മഷ്റൂം പാസ്ത ആദ്യമായിട്ടാണ് അല്ലേ? അപ്പോൾ വളരെ ഈസിയാണ്, അതേസമയം നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു ടിഫിൻ ബോക്സ് ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ തലേദിവസം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ചൂടാറിയതിനു ശേഷം കൊടുത്തു വിട്ടാൽ മതി, സൂപ്പർ ആയിരിക്കും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന കേട് പോഹ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ സന്തോഷം. കുറെ പേര് ഉണ്ടാക്കിയിട്ട് ഫോട്ടോസ് ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, അതിലേറെ സന്തോഷം. അപ്പൊ ഇനിയും കാണാത്തവര് കാണാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ പനീർ കറിയുടെ കാര്യം മറക്കരുത്. അപ്പൊ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള അതേസമയം ഈസി ആയിട്ടുള്ള മഷ്റൂം പാസ്ത തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തില് രുചികരമായിട്ടുള്ള മഷ്റൂം പാസ്ത എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ബ്രൗൺ കളർ മഷ്റൂം ആണ്. അതേസമയം നിങ്ങളുടെ കയ്യിലുള്ള ഏത് മഷ്റൂമും ഉപയോഗിക്കാം. ഇതിലാണ് കുറച്ചും കൂടെ ഫ്ലേവർ കൂടുതൽ എന്നുള്ളതുകൊണ്ടാണ് ഞാനിത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന്റെ നമുക്ക് തൊലി ഒന്ന് റിമൂവ് ചെയ്യാം. എല്ലാവരും തൊലി റിമൂവ് ചെയ്യാറില്ല, അത് ഞാൻ എങ്ങനെയാന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഓക്കെ, വേറെ ഒന്നുമില്ല, നമ്മൾ ഇങ്ങനെ ഒരു മഷ്റൂം എടുക്കുക. ചില മഷ്റൂമിന്റെ കറിയുടെ വീഡിയോയിലൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്, പക്ഷെ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. വേണ്ട, ഇങ്ങനെ നമ്മൾ ഇതുപോലെ നമുക്ക് ഈ തൊലി അങ്ങ് പീൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ മൊത്തത്തിൽ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നിട്ട് നിങ്ങൾ കളയാം. ഇപ്പോൾ മഷ്റൂം വാങ്ങിക്കുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള മഷ്റൂം വാങ്ങിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം ഇരുന്ന മഷ്റൂം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വയറിനൊക്കെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും മഷ്റൂം സൂക്ഷിക്കുക. ഓക്കെ, ഞാനിവിടെ മൊത്തത്തിൽ ഉപയോഗിക്കാൻ പോകുന്ന 200 ഗ്രാം മഷ്റൂം ആണേ. അതിലൊരു 6 മഷ്റൂം ഞാൻ ഇതുപോലെ വളരെ നൈസാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള മഷ്റൂമും ഒരു 10 അല്ലി വെളുത്തുള്ളിയും കൂടി ഒന്ന് ഞാൻ അരച്ചെടുക്കാൻ പോവുകയാണ്. അതേസമയം നിങ്ങൾക്ക് അരയ്ക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് വളരെ നൈസായിട്ട് കൊത്തി അരിഞ്ഞാൽ മതി. അതല്ലെങ്കിൽ ഇതുപോലെ തന്നെ മൊത്തത്തിൽ മഷ്റൂം അരിഞ്ഞാലും മതിയാവും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഫ്ലേവർ ഉണ്ടാവും നമ്മുടെ മഷ്റൂം പാസ്തയ്ക്ക്. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. മാത്രമല്ല കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഈ മഷ്റൂംസ് കടിക്കാൻ താല്പര്യമില്ലാത്തവർക്കാണെങ്കിൽ ഇത് അരച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇപ്പൊ ഞാനിവിടെ മൊത്തത്തിൽ ഉപയോഗിക്കാൻ പോകുന്നത് ഞാനിവിടെ മൊത്തത്തിൽ ഉപയോഗിക്കാൻ പോകുന്ന 200 ഗ്രാം മഷ്റൂം ആണേ. അതിലൊരു 6 മഷ്റൂം ഞാൻ ഇതുപോലെ വളരെ നൈസാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള മഷ്റൂമും ഒരു 10 അല്ലി വെളുത്തുള്ളിയും കൂടി ഒന്ന് ഞാൻ അരച്ചെടുക്കാൻ പോവുകയാണ്. അതേസമയം നിങ്ങൾക്ക് അരയ്ക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് വളരെ നൈസായിട്ട് കൊത്തി അരിഞ്ഞാൽ മതി. അതല്ലെങ്കിൽ ഇതുപോലെ തന്നെ മൊത്തത്തിൽ മഷ്റൂം അരിഞ്ഞാലും മതിയാവും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഫ്ലേവർ ഉണ്ടാവും നമ്മുടെ മഷ്റൂം പാസ്തയ്ക്ക്. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. മാത്രമല്ല കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഈ മഷ്റൂംസ് കടിക്കാൻ താല്പര്യമില്ലാത്തവർക്കാണെങ്കിൽ ഇത് അരച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അതുപോലെ തന്നെ മഷ്റൂമിന്റെ ഫ്ലേവർ ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ, ഇത്ര ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ 200 ഗ്രാം ഇടണ്ട. അതിന് പകരം ഇതിന്റെ ഹാഫ് പോർഷൻ ഇട്ടാൽ മതി. അതായത് 100 ഗ്രാം മഷ്റൂം ഉപയോഗിച്ചാൽ മതിയാവും കേട്ടോ. ചിലർക്ക് അത്ര ഇഷ്ടപ്പെടില്ല മഷ്റൂമിന്റെ ആ ഒരു ടേസ്റ്റ്. അപ്പൊ അങ്ങനെ എനിക്ക് പകുതി ഇട്ടാൽ മതിയാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് പാസ്ത റെഡിയാക്കണം. ഞാനിവിടെ പെനെ പാസ്തയാണ് ഉപയോഗിക്കുന്നത്. അതേസമയം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പാസ്ത വേണമെങ്കിലും ഇതിനു വേണ്ടി ഉപയോഗിക്കാം കേട്ടോ. വെള്ളം ചൂടാക്കുക, അതിലോട്ട് നമുക്ക് ഉപ്പും കുറച്ച് ഒലിവ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മുടെ വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ 2 കപ്പോളം പാസ്ത ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി ഒന്ന് കുക്കാവട്ടെ. നമ്മുടെ പാസ്ത റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. 11 മിനിറ്റ് ആണ് അതിന്റെ കവറിന്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. പാസ്ത റെഡി ആയിട്ടുണ്ട്. അത് ഞാനൊന്ന് കോരി മാറ്റി വെക്കട്ടെ കേട്ടോ. ഞാനവിടെ പാസ്ത മാറ്റി വെച്ചിട്ടുണ്ട്. അല്പൊരു സോസ് പാൻ അടുപ്പത്ത് വെക്കുക. അതിലോട്ട് ബട്ടർ ചേർത്ത് കൊടുക്കാം. അതിലോട്ട് നമ്മൾ ആദ്യം തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂം ഇല്ലേ, അതിട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ ഓപ്ഷനിലാണ് കേട്ടോ അരിയുന്ന പരിപാടി. എന്നിട്ട് ആദ്യം ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. നല്ലൊരു വാസന വരുന്നുണ്ട്. നമുക്ക് ഇതിലോട്ട് ഒരു അല്പം മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്നത് ചുരുങ്ങി വരുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മഷ്റൂം ഗാർലിക് പേസ്റ്റ് അങ്ങ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതും കൂടെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മഷ്റൂം പേസ്റ്റ് കുക്ക് ചെയ്യുന്ന സമയം എടുക്കും. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം വേണം കുക്ക് ചെയ്യാൻ. ഗാർലിക്കും കൂടി ഉണ്ട്, അപ്പം അതിൻ്റെ പച്ചമണം മാറണം. അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലോട്ട് ഞാൻ അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രഷ് ആയിട്ട് പൊടിച്ച കുരുമുളക് പൊടിയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും, ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് വരും. അതേപോലെ തന്നെ ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മിക്സ്ഡ് ഹെർബ്സ് ആണ്. അതായത് ഒറിഗാനോ, ബേസിൽ എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഹെർബ് കുറച്ച് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്യാം. അതേപോലെ ഇപ്പോൾ ഫ്രഷ് ആയിട്ട് ഗാർലിക് താല്പര്യമില്ലെങ്കിൽ ഗാർലിക്കിന്റെ ഗ്രാനുൾസ് എന്ന് പറഞ്ഞാൽ വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ ഗാർലിക് പൗഡർ വാങ്ങിക്കാൻ കിട്ടും. അത് ചേർത്താലും മതി. അതാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് തീ കുറയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ചും കൂടെ ബട്ടർ ചേർത്ത് കൊടുക്കാം. തീ നല്ലോണം കുറച്ചിട്ടുണ്ടേ. അതിലോട്ട് നമുക്ക്
1.5 ടേബിൾ സ്പൂണോളം മൈദ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കാം. ആ മൈദയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റണേ. അതിലോട്ട് നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് പാലൊഴിച്ചിട്ട് ഈ കട്ടകളൊന്ന് ഒഴിവാക്കിയെടുക്കാം കേട്ടോ. തീ ഏറ്റവും കുറച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ 1 ഗ്ലാസ് പാലാണ് ഇപ്പോൾ ആദ്യം ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി വീണ്ടും നമുക്ക് പാലൊഴിച്ച് കൊടുക്കണം. പിന്നെ ആ സോസ് ഒന്ന് ലൂസാവണ വരെ പാലൊഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിൽ കൂടെ ഇരിക്കുമ്പോൾ കുറച്ച് തിക്കായിട്ട് മാറും. അപ്പം ഞാൻ മൊത്തത്തിൽ 2 ഗ്ലാസ് പാലാണ് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. കട്ടയൊക്കെ ഉടഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ പോലെ മൈദ വേണ്ടാന്നുണ്ടെങ്കിൽ മൈദയ്ക്ക് പകരമായിട്ട് അവസാനം തിക്കായിട്ടുള്ള ക്രീം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഒന്ന് തിളക്കട്ടെ, രുചി നോക്കണം. ഒരു നുള്ള ഷുഗർ ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സ്, ഉണക്കമുളക് ചതച്ചത്, അത് ഓപ്ഷനിലാണ് കേട്ടോ, കംപ്ലീറ്റ് ഓപ്ഷനിലാണ്. ആ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാനും ലൈറ്റായിട്ട് ചേർക്കാൻ പാടില്ല കേട്ടോ. എന്ത് ചേർക്കുമ്പോഴും അത് പാകത്തിന് ചേർത്ത് കഴിഞ്ഞാൽ എല്ലാം നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഇങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര ലൂസായി തോന്നും, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി വന്നോളും. അപ്പോൾ ഒന്ന് ആ മൈദയും ഇതൊക്കെ ഒന്ന് കുക്കാവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനി തീ കൂട്ടാം, മീഡിയത്തിലോട്ട് മാറ്റിയിട്ടുണ്ടേ. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ അല്പം കുറവാണ്, ബാക്കിയെല്ലാം പെർഫെക്റ്റ്ലി ഫൈനാണ്. പിന്നെ നമ്മുടെ പാസ്തയിൽ ഉപ്പ് ഉണ്ടാവും, അതുകൊണ്ട് ഓവറായിട്ട് ഉപ്പിടണ്ട. പിന്നെ പാസ്തയും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, നന്നായിട്ടങ്ങ് തിളയ്ക്കുന്നുണ്ട്. അതിലോട്ട് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന പാസ്ത അങ്ങ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് കേട്ടോ അത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അത് പിള്ളേർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഞാനിങ്ങനെ പാസ്തയുടെ ഷേപ്പ് മാറ്റിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചീസ് ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനിവിടെ ചീസൊന്നും ചേർക്കുന്നില്ല. ഇത്ര കൊണ്ട് അവസാനിപ്പിക്കുകയാണ്, ഞാൻ ഓഫ് ചെയ്യാണ് കേട്ടോ. ഫ്രഷ് ആയിട്ടുള്ള ബേസിൽ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം, കുറച്ചുകൂടി നല്ല ഫ്ലേവർ കിട്ടും. എൻ്റെ അടുത്തുള്ള കാരണം ചേർക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അടിപൊളിയായിട്ടുള്ള മഷ്റൂം പാസ്ത റെഡി. എല്ലാവരും തയ്യാറാക്കി നോക്കണേ. അപ്പം ഞാനിത് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്ത് ഫോട്ടോ എടുത്തതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക്. ഞാൻ രുചിച്ച് നോക്കിയിട്ടുണ്ട്, എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മൾ ചിക്കനും ചെയ്യേണ്ടത്. അത് ഒരു ദിവസം ഞാൻ കാണിച്ചു തരാം. ഇതാ നമ്മുടെ പാസ്ത ഞാൻ ഫോട്ടോ എല്ലാം എടുത്ത് കൊണ്ടുവന്നിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി സോസി ആയിട്ടുള്ള മഷ്റൂം പാസ്ത. മൈ ഗോഡ്, ഒരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്ന ഒരു ഫീല് എനിക്ക് തോന്നുന്നു അതിനേക്കാളും നന്നായിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയുന്നതല്ല, അടിപൊളിയായിട്ടുള്ള ഒരു പാസ്തയാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, മാക്സിമം ഷെയർ ചെയ്യുക, നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു.